ജെന്നിഫർ ആനിസ്റ്റൺ എന്ന് പറയുമ്പോൾ നമുക്കാളെ അറിയാൻ ചാൻസ് ഇല്ല. പക്ഷേ ഫ്രണ്ട്സ് എന്ന ടെലിവിഷൻ സീരീസിലെ റേച്ചലിനെ നമുക്കെല്ലാവർക്കും അറിയാം. ജെന്നിഫർ ആനിസ്റ്റൻ്റെ മൂവി സജഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കേക്ക് 2014 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഡ്രാമ ഫിലിമാണ്. ഒരു വർഷത്തിനു മുൻപേ ക്ലെയറിൻ്റെ മകൻ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഈ ഒരു ഇൻസിഡന്റ് ക്ലെയറിനെ ക്രോണിക് പെയിൻ എന്ന കണ്ടീഷന് അടിമയാക്കുകയാണ്. ഈ ഒരു ടൈമിൽ തന്നെ തൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിലെ ഫ്രണ്ടായ നീനയും സൂയിസൈഡ് ചെയ്തു. ഈ ഇൻസിഡൻസ് എല്ലാം ക്ലെയറിനെ വളരെയധികം മാനസികമായി തളർത്തി. കേക്ക് ഒരു സിമ്പിൾ ആൻഡ് ട്രാജിക് സ്റ്റോറിയാണ്. ബട്ട് ഈ ഒരു ചിത്രത്തിന് ഒരുപാട് ഇൻഡെപ്ത് മീനിങ്സ് ഉണ്ട്. ആമസോൺ പ്രൈമിൽ ഈ ചിത്രം കാണാവുന്നതാണ്. മാർലി ആൻഡ് മീ 2008 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ കോമഡി ഡ്രാമ ഫിലിമാണിത്. റീസെൻ്റ്ലി മാരീഡായ ജോണും ജെനിയും ഒരു പുതിയ സിറ്റിയിലേക്ക് താമസം മാറുകയാണ്. തങ്ങളുടെ മാരീഡ് ലൈഫ് ഫുള്ളായി എൻജോയ് ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും. ഫാമിലി എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി ജെനിയും ജോണും ആലോചിക്കുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടും കോ വർക്കറുമായ സെബാസ്റ്റ്യൻ ഒരു പട്ടിക്കുട്ടിയെ അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇവർ ഒരു ഫാമിലി റേസ് ചെയ്യാൻ റെഡിയാണോ എന്നറിയാൻ സാധിക്കും എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. അങ്ങനെ ഇവർ ഒരു ലാബ്രഡോഗ് റിട്രീവറിനെ അഡോപ്റ്റ് ചെയ്ത് അതിന് മാർലി എന്ന് പേരിടുകയാണ്. മാർലി ഒരു നോട്ടി ആൻഡ് മിസ്റ്റീവിയസ് ഡോഗാണ്. ഇവർ രണ്ടുപേർക്കും അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവർ മാർലിയെ ഒരു ഡോഗ് ഒബീഡിയൻസ് പ്രോഗ്രാമിന് എൻറോൾ ചെയ്യുകയാണ്. പക്ഷേ മാർലിയുടെ സ്വഭാവം കാരണം അവിടെ നിന്നും അവനെ പുറത്താക്കുന്നു. മാർലി ഇവർ രണ്ടുപേർക്കും ഉടനീളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഒരു തമാശ രൂപേണയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും മാർലി ഇവർക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മിയർ റൊമാൻറ്റിക് മൂവി മാത്രമല്ല മാർലി ആൻഡ് മീ. ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, ഹ്യൂമൻ ആനിമൽ ബോണ്ട് എന്നീ ആസ്പെക്ട്സും ഈ ചിത്രത്തിൽ നന്നായി കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി റേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാലഞ്ചസുകളെല്ലാം ഒരു ഹാസ്യ രൂപേണയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഈ മൂവി നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും കാണാവുന്നതാണ്. ഹൊറിബിൾ ബോസസ് 2011 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ബ്ലാക്ക് കോമഡി ഫിലിമാണിത്. 3 ഫ്രണ്ട്സ് അവരുടെ ബോസുകൾ കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഒരു പാർട്ടിക്കിടയിൽ ഇവർ തമാശയ്ക്ക് പറയുന്നു, ബോസുകൾ ഇവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഹാപ്പി ആയിരിക്കും തങ്ങളുടെ ജീവിതമെന്ന്. തമാശ കാര്യമാവുകയും ഇവർ അവരുടെ ബോസുകളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ഹിറ്റ്മാനെ അവർ ഹയർ ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നോട്ട് പോയില്ല. ഒരുപാട് ഡാർക്ക് കോമഡി രംഗങ്ങളുള്ള ഒരു ചിത്രമാണ് ഹൊറിബിൾ ബോസസ്. ഈ മൂവി ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്.